ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ബിഗ് ബോസ് താരം ജിൻഡോ അടക്കം സിനിമാ മേഖലയിൽ നിന്നുള്ള രണ്ടുപേരെ ആലപ്പുഴയിൽ നിന്ന് ചോദ്യം ചെയ്യും. ഇന്നലെ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും മോഡൽ സൗമ്യയെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ എക്സൈസ് അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് ഇടപാടുകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ എക്സൈസിന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ഏതാണ്ട് 10 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലാണ് ശ്രീനാഥ് ഭാസിയുടെയും ഷൈൻ ടോം ചാക്കോയുടെയും അതുപോലെ മോഡൽ സൗമ്യയുടെയും കാര്യത്തിൽ സംഭവിച്ചത്. ആ ചോദ്യം ചെയ്യൽ നീളുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയിലാണോ ഇന്നത്തെയും ചോദ്യം ചെയ്യൽ? ജിൻഡോ, ബിഗ് ബോസ് താരം എന്ന് വിളിക്കുന്ന ജിൻഡോ അവിടെ എത്തിയോ? ഓഫീസിലെത്തി അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്തിയിട്ടുണ്ടോ? മറ്റാരെങ്കിലും ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ടോ? രണ്ടുപേരെ എന്നാണല്ലോ വാർത്തകളിൽ കാണുന്നത്. തീർച്ചയായിട്ടും ശരത്ത്, ഇന്നിപ്പോൾ രണ്ടുപേരാണ്. ഒന്ന് ജിൻഡോയാണ്, ഒന്ന് സിനിമാ മേഖലയിൽ തന്നെയുള്ള ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നൊക്കെ പറയാവുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അത്രത്തോളം നമ്മളൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളും അതോടൊപ്പം തന്നെ ജിൻഡോ ബിഗ് ബോസ് താരവുമാണ് ഇന്ന് ഹാജരാകുന്നത്. ഇന്നലെ നേരത്തെ ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 10 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്തതിന് ശേഷം 3 പേരെയും വിട്ടയക്കുകയായിരുന്നു. അതിൽ ഷൈൻ ടോമിനെ മാത്രം ചോദ്യം ചെയ്യുന്നതിനിടയിൽ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അത് ലഹരിയുടെ അമിത ഉപയോഗം മൂലമുണ്ടായ അസുഖമായതുകൊണ്ട് തന്നെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് തൊടുപുഴയിലേക്ക് മാറ്റുകയായിരുന്നു. അത് സർക്കാരിൻ്റെയും അല്ലെങ്കിൽ എക്സൈസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി തന്നെയായിരിക്കും ഇനി അയാളുടെ ചികിത്സ നടക്കുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എക്സൈസ് ലഭിച്ചു കഴിഞ്ഞു. നമ്മൾ നേരത്തെ തിയോഫിൻ സൂചിപ്പിച്ച പോലെ തന്നെ എറണാകുളത്ത് നടന്ന എക്സൈസിൻ്റെ 2 സംവിധായകരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുന്ന സംഭവമൊക്കെ തന്നെ ഇവിടെ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ്. ഇത്തരം ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള എക്സൈസിൻ്റെ ഉപയോഗം വ്യാപകമായിട്ട് എറണാകുളത്തുണ്ട്. അങ്ങനെ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിൽ നിന്നും 2 പേരെ പിടികൂടാൻ സാധിച്ചത്. അപ്പോൾ സിനിമാ മേഖലയിൽ വ്യാപകമായ രീതിയിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. അത് വരുന്നത് ഇന്ത്യക്ക് പുറത്തു നിന്നാണ്. ബാംഗ്ലൂരിലെത്തിയിട്ട് അത് പ്രധാനമായിട്ടും കേരളത്തിലേക്ക് എത്തുന്നു. കേരളത്തിൽ എറണാകുളത്താണ് ഇതിൻ്റെ ഇത് വിൽപ്പന നടക്കുന്ന ഒരു കേന്ദ്രം. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് അടിക്കടി ഇത്തരത്തിൽ പരിശോധനകൾ ഉള്ളതുകൊണ്ടാണ് ഇത് ആലപ്പുഴയിലേക്ക് മാറ്റി ആലപ്പുഴയിൽ സുരക്ഷിതമായി വെച്ചതിന് ശേഷം എറണാകുളത്തേക്ക് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെ അത് കൂടുതലായിട്ട് സിനിമാ മേഖലയിൽ ഉപയോഗിക്കുന്നവരാരാണ്, ഇതിൻ്റെ ഇടനിലക്കാരാരാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എക്സൈസിന് വ്യക്തമായി കഴിഞ്ഞു. ഇതിനിടയ്ക്ക് മോഡൽ വന്നിരുന്നു. ഈ മോഡലിൻ്റെ സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. പക്ഷേ അത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടല്ല, മറ്റ് അവരുടെ ചില വ്യക്തിപരമായിട്ടുള്ള ബിസിനസ്സൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെയാണ് മോഡൽ മൊഴി നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഏത് സമയത്ത് ഇനി വിളിച്ചാലും വരാമെന്നുള്ളൊരു എഗ്രിമെൻറ്റോട് കൂടി തന്നെയാണ് ഇവരൊക്കെ ഇന്നലെ ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ നിന്ന് മടങ്ങിപ്പോയത്. ഇന്നിപ്പോൾ ജിൻഡോ ഏതാണ്ട് 12 മണിയോടുകൂടി മാത്രമേ എത്തിച്ചേരാൻ സാധ്യതയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അവർ 2 പേരെ കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഒട്ടനവധി ആളുകളെ ഓരോ ദിവസവും എക്സൈസ് കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ രണ്ടാമത്തെയാളും ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെയാൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങനെ എന്തോ ആണെന്നാണ് സൂചിപ്പിച്ചത്. ആ വ്യക്തി ആരാണ് എന്ന വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതും മറ്റുള്ളവരെല്ലാം നമ്മൾ അവരെ ആരൊക്കെയാണ് എന്ന് വ്യക്തമായി തന്നെ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഈ വ്യക്തി ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ള രണ്ടാമത്തെ വ്യക്തി ആര് എന്നൊരു വ്യക്തത വന്നിട്ടുണ്ടോ? നമ്മൾ എക്സൈസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ചിട്ട് ജിൻഡോയുടെ പേരാണ് വന്നിരിക്കുന്നത്. മറ്റേത് നിർമ്മാണ മേഖലയിൽ സിനിമാ നിർമ്മാണ മേഖലയിലെ സഹായി എന്നാണ് എക്സൈസ് പറഞ്ഞിരിക്കുന്നത്. വ്യക്തമായിട്ടുള്ള പേര് വിവരങ്ങളൊന്നും തന്നെ എക്സൈസ് പുറത്തു വിട്ടിട്ടില്ല. അതൊക്കെ തന്നെ ഇപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാകുള്ളൂ. എന്തായാലും ഇന്നലെ ഈ 2 പേരെയാണ് ചോദ്യം ചെയ്യാനായിട്ട് എക്സൈസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശരി. ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. ഷൈൻ ടോം ചാക്കോയെ തൊടുപുഴയിലെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രത്തിൽ എത്തിച്ചു. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിനിടെ ലഹരിയിൽ നിന്ന് പിന്മാറാൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തൊടുപുഴയിലെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് മാറ്റിയത്. താൻ ലഹരിക്ക് അടിമയാണെന്നും ബംഗളൂരുവിൽ ചികിത്സയിലാണെന്നും ഷൈൻ മൊഴി നൽകിയതായാണ് സൂചന. രാത്രി 11 മണിയോടുകൂടിയാണ് തൊടുപുഴ പൈങ്കുളത്തുള്ള ഡി അഡിക്ഷൻ സെൻ്ററിൽ ഷൈൻ ടോം ചാക്കോയെ എത്തിച്ചത്.